ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഐസ്ക്രീംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എളുപ്പമാണ് ഈ ഒരു ഐസ്ക്രീമും ചെയ്യാനായിട്ട്. നമ്മളിത് റവയും പാലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ ക്രീമോ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും വേണ്ട ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കുക. കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ പാല് തിളച്ച് വരട്ടെ. അതിന് മുന്നേ നമുക്ക് റവയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ റവ മതി. അപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ എടുത്താൽ മതി. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചൂട് പാലല്ല ചേർക്കുന്നത്, നമ്മൾ നോർമലായിട്ടുള്ള പാല് തന്നെയാണ്. ഞാനിപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയ പാല് തന്നെയാണ്. അപ്പോൾ തണുത്ത പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ പാലിപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇപ്പോൾ പാൽ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവയുടെ ഈ ഒരു മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ റവയുടെ ഈ ഒരു മിക്സ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് ചേർത്തത്. ആദ്യം കുറച്ച് ചേർത്തു, അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ബാക്കി കൂടെ ചേർക്കുന്നുണ്ട്. റവ ചേർത്തതിന് ശേഷം എപ്പോഴും ഫ്ലെയിം ലോയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് റവ കട്ട കെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ റവയൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് പാല് കുറുകി വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒത്തിരി അങ്ങ് കുറുകി കട്ടയാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുത്തതിന് ശേഷം വീണ്ടും കട്ടയാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പം കണ്ടില്ല, നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് പാല് കുറുകി വന്നിട്ടുണ്ട്, റവയൊക്കെ വെന്ത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടയാവും. ഇപ്പം ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, തണുത്ത് കഴിഞ്ഞപ്പോൾ നേരത്തെക്കാളും കുറച്ചും കൂടെ കട്ടയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളിത് അടിച്ചെടുക്കുമ്പോഴാണ് നല്ല ക്രീമി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടുക. അപ്പോൾ അതുവരെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പം നന്നായി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഫ്ലേവറിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റൊരു ഫ്ലേവറിൽ തന്നെ മതിയെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മാങ്ങയോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറിൽ കിട്ടും. ഞാനിപ്പോൾ ഒരെണ്ണം വാനില ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. ഒരെണ്ണത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഒരു ചോക്ലേറ്റി ഫ്ലേവറിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ട് ഞാനിവിടെ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് അടച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ ആദ്യം ഒന്ന് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 2ഉം പാത്രത്തിലാക്കി അടച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം നമുക്കിത് ഒന്നുകൂടി എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മുടെ ഐസ്ക്രീമൊക്കെ കട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിത് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഐസ്ക്രീം ഒന്നും കൂടെ ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതുപോലെ ഐസ്ക്രീമൊക്കെ ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് വീണ്ടും എടുത്ത് അടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ നല്ല ക്രീമി ആയിട്ട് കിട്ടും.
ഇനി വെക്കുന്ന സമയത്ത് നമ്മളിതൊരു പ്ലാസ്റ്റിക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ളിൽ ഐസ് ക്രിസ്റ്റൽസ് കയറും. ഇപ്പം ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമും എടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഐസ്ക്രീമും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ഇതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയാണ് തണുപ്പിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ രാത്രി വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉള്ളിലൊന്നും വന്നിട്ടില്ല, കണ്ടിട്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതന്നെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ശരിക്കും പറഞ്ഞാൽ നമ്മൾ റവയും പാലും വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ക്രീമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാനാണെങ്കിലും നല്ല ഹെൽത്തിയുമാണ് അത്യാവശ്യം. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇപ്പോൾ വാനിലയും ചോക്ലേറ്റും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരുമിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്